ഒരു ക്വിക്കായിട്ടുള്ള ഓഡിറ്റ് നടത്തിയല്ലോ. പുതുതായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുള്ള റൺ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്ന ടോട്ടൽ ലീഡ്സ് എത്രയാണ്? ഈ ലീഡ്സിൽ നിന്ന് എത്ര നിങ്ങൾക്ക് കൺവേർഷൻ ഉണ്ടായി? നിങ്ങളുടെ ടോട്ടൽ റവന്യൂ എത്രയാണ്? ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടല്ല റൺ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. 90% ആളുകളും ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. പല കാര്യങ്ങൾക്കും ട്രാക്ക് ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ മാർക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ലീഡ്സ് വരുന്നത് പല സോഴ്സസ് നിന്നായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവാം, മെറ്റ ആഡ്സ് ചെയ്യുന്നുണ്ടാവാം, ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ടാവും, യൂട്യൂബ് ആഡ്സ് ചെയ്യുന്നുണ്ടാവും, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികൾ, നെറ്റ്വർക്ക്, ഇതിലൂടെ എല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് റിസോഴ്സസ്, അതായത് നിങ്ങൾ ലീഡ്സ് വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നാണ്. നിങ്ങൾ എത്ര തന്നെ സ്ട്രാറ്റജീസ് മാറ്റി മറിച്ചാലും നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസോ റവന്യൂ കൂടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. 1 നിങ്ങളുടെ ലീഡ്സ്, 2 നിങ്ങളുടെ റിസോഴ്സസ്, 3 നിങ്ങളുടെ കൺവേർഷൻ, 4 നിങ്ങളുടെ റവന്യൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെറുതായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ പറ്റും. ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ റിസോഴ്സസ്, നിങ്ങൾ ലീഡ് നർച്ചർ ചെയ്യുന്ന റിസോഴ്സസിൽ ഏതൊക്കെ നിലനിർത്തണം, ഏതൊക്കെ വേണ്ടെന്ന് വെക്കണം, ഏതൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യണമെന്ന്. കാരണം ബിസിനസ്സിൽ ഹാർഡ് വർക്കും എഫേർട്ടും മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമുക്ക് കറക്ഷൻസും ആവശ്യമാണ്. ആ കറക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്യണം. ഫോർ മോർ ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ ദിസ് പേജ്.